ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ കണ്ണീർ ദോഷത്തെ പറ്റിയും അതെങ്ങനെ ഉണ്ടാകുന്നുവെന്നും അതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷ നേടാമെന്നും അത് നമ്മുടെ എങ്ങനെ അത് ബാധിക്കുമെന്നും ഒക്കെയാണ്. അതിന് ആ ദോഷം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറാൻ എന്തൊക്കെ റെമഡീസ്, അതായത് എന്തൊക്കെ മാർഗങ്ങളുണ്ടെന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും അത് ബാധിക്കാം. അത് പൊടി കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയും അത് ബാധിക്കാം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയാണ് കൂടുതലായിട്ടത് ബാധിക്കുന്നത്. പിന്നെ നമ്മൾ ഓരോ സ്ഥാപനങ്ങൾ, അതായത് നമുക്ക് ഓരോ ബിസിനസ് സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ടെക്സ്റ്റൈൽസോ അതുപോലെ അല്ലാതുള്ള ഷോപ്സുകൾ, ഹോട്ടൽസ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥാപനങ്ങളിലും ചിലപ്പോൾ കണ്ണീർ വരാം. എന്ന് വെച്ചാൽ അവിടെയൊക്കെ കൂടുതൽ ആളുകൾ വരുന്ന കാരണം നമുക്കതിലൂടെ പ്രോഫിറ്റും വളരെ ലാഭവും ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ചിലർക്കത് അവർക്ക് അങ്ങനെ പെട്ടെന്ന് അവർ ഈ കണ്ണീർ ദോഷമുള്ളവരങ്ങനെ മനസ്സിൽ കരുതിയാൽ മതി, അവരുടെ കണ്ണീറും യാക്കും നമുക്ക് ഫലിക്കുന്നതാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടണമെങ്കിൽ, അതായത് നമുക്ക് ഒരാൾക്കൊരു കണ്ണീർ ദോഷം ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ചിലരെയൊക്കെ കുഞ്ഞുങ്ങൾ നമ്മൾ ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതിപ്പോൾ ജനിച്ച് കഴിയുമ്പോൾ കുഞ്ഞിനെ കാണാനായിട്ട് പൊതുവേ നമ്മുടെ ബന്ധുക്കളെല്ലാവരും വരും. അപ്പോൾ കുഞ്ഞിനെ കണ്ടിട്ട് ഓരോ അഭിപ്രായങ്ങളൊക്കെ അവർ പറയും. അപ്പോൾ ആ അഭിപ്രായങ്ങൾ, അതായത് ഭംഗി കൂടുതലാണെന്നും അങ്ങനെയൊക്കെ കുറേ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, എല്ലാവർക്കും കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടുതൽ അവരെ സ്നേഹിച്ച് ആ ഒരു ഇതിൽ പറയുന്നത് തന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ കണ്ണീരൊക്കെ അവർക്ക് ഇടുന്നതാണ്. അപ്പോൾ ആ ദോഷത്തിൽ നിന്നൊക്കെ നമ്മളെ കുഞ്ഞുങ്ങളെ രക്ഷ നേടി കൊണ്ടുവരുന്നതിനും എല്ലാം നമുക്ക് ഈ കണ്ണീർ ദോഷമെന്ന് പറയാം. അപ്പോൾ അത് നമുക്ക് ഏറ്റിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബന്ധുക്കളൊക്കെ വന്നിട്ട് പോയി കുഞ്ഞിനെ കാണാൻ വന്നിട്ട് പോയതിന് ശേഷം കുഞ്ഞ് നിർത്താതെ കരയുകയാണ്, ഞെട്ടി കരയുക. അപ്പോൾ പിന്നെ അതുപോലെ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അത് കുടിക്കാതിരിക്കുക. അതായത് ഇപ്പോൾ അമ്മമാരൊക്കെ ആണെങ്കിൽ പരസ്യമായിട്ട് ചിലപ്പോൾ ബന്ധുക്കളൊക്കെ അല്ലേ നമ്മുടെ അടുത്ത റിലേറ്റീവ്സൊക്കെ ഇരിക്കുകയാണെങ്കിൽ കാണാൻ ചിലപ്പോൾ മുല കൊടുത്തൊന്നിരിക്കുക. അതൊക്കെ കണ്ടിട്ട് ചിലർക്കിടെ കണ്ണീർ ദോഷം അതിന് വരാം. പിന്നീട് കുഞ്ഞ് പാല് കുടിക്കാതിരിക്കുക, ഞെട്ടിക്കരയുക, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇപ്പം നമുക്കാണെങ്കിൽ ഇപ്പോൾ അവിചാരിതമായിട്ട് നമുക്ക് മുതിർന്നവർക്ക് കണ്ണീർ ദോഷം ഭവിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ലാതെ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റുകൾ, അതുപോലെ തന്നെ വീഴ്ച, അതായത് നമ്മൾ പിന്നെ റൂമിൽ തന്നെ ആയാലും ചിലപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് വീണ് പോവുക. അതുപോലെ ചിലപ്പോഴും നമുക്ക് വീടിന് കണ്ണീർ ദോഷം ഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ പെട്ടെന്ന് നശിച്ചു പോവുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് കണ്ണീർ വീടിനാണെങ്കിലും വ്യക്തികളിലായാലും ധരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റുന്നതാണ്. അപ്പം വീട്ടിലെ ഈ നെഗറ്റീവ്സിന് കണ്ണീർ ദോഷം മാറാൻ വീട്ടിൽ മാറുന്നതിന് വേണ്ടി ഉപ്പുവെള്ളം എടുത്ത്, അതായത് അത് കടൽ ജലം കിട്ടുമെങ്കിൽ അത്രയും നല്ലത്, അതല്ലെങ്കിൽ കല്ലുപ്പ് അലിയിച്ച് ആ വെള്ളം മഞ്ഞളും കൂടെ അല്പം ഇട്ടിട്ട് ആ വെള്ളം നമ്മുടെ വീട്ടിൽ കുടയുക. അത് ദൃഷ്ടിദോഷം ഏറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ്സ് എന്തെങ്കിലും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറുന്നതാണ്. അതുപോലെ അത് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ചെയ്യുന്നത് കൂടുതൽ ബെറ്ററായിരിക്കും. അതുപോലെ ഇപ്പോൾ ഒരു വ്യക്തിയിൽ കണ്ണീർ ദോഷം ഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി കുളിക്കുന്ന വെള്ളത്തിൽ ഒരല്പം ഉപ്പിട്ടതിന് ശേഷം ആ വെള്ളത്തിൽ കുളിക്കാൻ നോക്കുക. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഉപ്പുവെള്ളത്തിൽ കുളിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളാണ് അറിയില്ല, കുഞ്ഞുങ്ങൾക്കുടെ ബോഡി മുഴുവൻ വളരെ സെൻസിറ്റീവായ ഉപ്പുവെള്ളത്തിൽ അവർ കുളിപ്പിക്കുന്നതിനോട് ഇതില്ല. ആ കാര്യം അതിന് പകരമായിട്ട് അവർ കുറച്ച് ഉപ്പ്, കുറച്ച് കടുക്, ഇവയും